അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന സ്ഥലം എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിലുക്ക സിനിമയിലെ ബംഗ്ലാവ് ഉണ്ടല്ലോ, കിലുക്കം ഇനി ഹരിഹരനഗർ പടത്തിലൊക്കെ ഏകദേശം എത്താറായി. 900 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടേക്ക് ഒരു ആളനക്കം പോലും കേട്ടോ, അങ്ങോട്ടൊന്നും ആളില്ല ഇങ്ങോട്ടൊന്നും. സ്ഥലങ്ങൾ കാണാനുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. പക്ഷേ പൈസയുടെ പ്രശ്നം എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, വിടാം, വീട്ടിൽ പോകുന്ന. വീഡിയോയിലോട്ട് പോകും മുമ്പായിട്ട് കാര്യം പറയാണ്ട് വേറെ ഒന്നുമില്ല, ആർട്ട് പ്രൊമോഷൻ അല്ല, ഒരു സീരിയസ് ആയ കാര്യമാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ലൈഫ് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹം അല്ലേ. അപ്പോൾ ആ ഒരു ഓട്ടപ്പന്തയത്തിൽ നമ്മൾ മാക്സിമം സ്പീഡിൽ ഓടി ഏകദേശം ജയിക്കാൻ എത്താൻ നേരത്ത്, ആ ലൈൻ എത്താൻ നേരത്ത് പെട്ടെന്ന് വീണ അങ്ങനെ ഇരിക്കും. വീണാലും കുഴപ്പമില്ല, വീഴ്ത്തിയാൽ എന്ത് വിഷമമായിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ അത് വേറെ ആരുമില്ല, 2019 പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടി എക്സാം എഴുതിയ ഒരു 10,000 പേരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ആ 10,000 പേര് ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരത്തിലാണ്. കാരണം അവർക്ക് ഇതുവരെയായിട്ട് ജോലി കിട്ടിയിട്ടില്ല. 5 വർഷമായി ഇതുവരെയായിട്ട് പോസ്റ്റിംഗ് ആയിട്ടില്ല. ആപ്പാട് കിട്ടിയത് 3019 പേർക്ക് സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ 10,000 പേർക്ക് ഇതുവരെയായിട്ട് പോസ്റ്റിംഗ് ആയിട്ടില്ല. ഇനി 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ ആ എക്സാമിന് വാല്യൂ ഇല്ലാതായപ്പോൾ പിന്നെ ഒന്നേന്ന് എഴുതണം. ഒന്നേന്ന് എക്സാം എഴുതി ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി. അങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ആൾക്കാരുണ്ട്, സൊമാറ്റോ ഡെലിവറി ആൾക്കാരും കൂടെ പോലീസ് എക്സാം എഴുതി നിൽക്കുകയാണ്. അവർക്കും ജോലി കിട്ടിയില്ലായിട്ടും അങ്ങനെ ഒരു 10,000 പേര് നിൽപ്പുണ്ട്. ആപ്പാട് വിഷമത്തിലാണ്. എന്ത് പറയാം, അവരെ സ്വപ്നങ്ങൾ ഇല്ലാതായി, വിശ്വാസം പോയി അവരെ. ഇനി ഈ നാട്ടിൽ എന്തിനും ജീവിക്കണമെന്നായിപ്പോയി, മനസ്സിലായ. ഒന്നാമത് നമ്മുടെ നാട്ടിൽ ജോലി വരുമാനമൊക്കെ ഭയങ്കര കുറവാണ്. അപ്പൊ ആ പാടുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി അല്ലേ. 1000 പോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഒരു 10,000 പേര് അപ്ലൈ ചെയ്യും. ആ 10,000 പേർക്ക് 1000 പേർക്ക് കിട്ടുള്ളൂ. ഈ 1000 പേർക്ക് കിട്ടൂലെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ PSC എക്സാം എഴുതിയിട്ടുണ്ട്. വലുതായിട്ട് പഠിക്കൂലേ, ചുമ്മാ ജസ്റ്റ് പഠിച്ചിട്ട് പോയി എഴുതും, കിട്ടൂലെന്ന് അറിയാം. ചില ആൾക്കാർ അങ്ങനെയല്ല, വർഷക്കണക്കിന് കുത്തിയിരുന്ന് അതിനുവേണ്ടി തയ്യാറായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് എനർജിയും കളഞ്ഞ് ടൈമും കളഞ്ഞ് അതിനുവേണ്ടി കോച്ചിങ്ങിനും പോയി ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ കഷ്ടപ്പാടിൽ എന്താണ് വാല്യൂ ഇവിടെ. അപ്പൊ ഈ പ്രശ്നവും കാര്യങ്ങളും കംപ്ലീറ്റ് വൈറലായി നിൽക്കുക കേരള മൊത്തത്തിൽ. എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാരും പോയി ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. എല്ലാ TV ന്യൂസ് ചാനൽ വന്നായിരുന്നു. അപ്പൊ എന്റെ സൈഡിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞേ പറ്റൂ. എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എന്തായാലും അറിയിക്കാണ് കാര്യങ്ങൾക്ക്. അറിയാത്ത ആൾക്കാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് നോക്കുക ഈ വീഡിയോ അല്ല, ഈ ഒരു കാര്യം മാക്സിമം, മനസ്സിലായല്ലോ. കാരണം അതിൽ ഓരോരുത്തരും നമ്മൾ കൂട്ടുകാരന്മാർ, അനിയന്മാർ, ചേട്ടന്മാർ എല്ലാവരും ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം നാളെ നമുക്കും ഇതേ ഗതി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയേ പറ്റൂ, കെട്ടിയിരിക്കണം. ഇത് ന്യായമായ ഒരു കാര്യമാണ്, മനസ്സിലായല്ലോ. അവരെന്തായാലും ഒരുപാട് കഷ്ടപ്പെടുകയാണ് അവിടെ കിടന്ന്, ആഹാരത്തിനായാലും. പിന്നെ പറയാലോ, ഭയങ്കര വെയിലാണ്. ആ സമയത്ത് പോലും അവിടെ കുത്തിയിരുന്ന് സമരത്തിൽ പങ്കെടുക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട്. ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് വെച്ചായിരുന്നു, അതിൽ കുറെ വീഡിയോ ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമമായിപ്പോയി. ഇത്രയും കഷ്ടപ്പെട്ട് അവർ സമരത്തിൽ പങ്കെടുത്തിട്ട് പോലും ഇതുവരെയായിട്ട് ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. സത്യം പറയാലോ, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഞങ്ങളൊക്കെ എന്തിനാണ് വോട്ട് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? എന്തിനാണ് വോട്ട് ചെയ്തത്? നിങ്ങൾ എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ലേ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏത് പാർട്ടിയാണ് ശരി, ഈ സ്ഥാനത്ത് ഏത് പാർട്ടിയാണ് ഇതേ പറയുള്ളൂ. ഭയങ്കര മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ. അതായത് ഇതുവരെ ചെയ്തതിനേക്കാളും ഇത് ഏറ്റവും വസ്റ്റായ ഒരു കാര്യമാണ്. ഇതിൽ ഒരു ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ കാണിക്കേണ്ടത് കാണിക്കും, മനസ്സിലായല്ലോ. അത്രേ പറയാനുള്ളൂ. ഞാൻ എന്ത് പറയാം, ഞാൻ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണതോ ഒരു പാർട്ടിയെ കുറ്റം പറയുന്നതല്ല, ന്യായമായ കാര്യം പറയുകയാണ്. അവർക്ക് വേണ്ട നീതി കിട്ടിയേ പറ്റും. ആ നിയമത്തെ ബോധിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാഗെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ റൂം ഒക്കെ പോവുകയാണ്. ഇന്നത്തെ ഡേ ലാസ്റ്റ് ഡേ ആണ് ഊട്ടി വ്ളോഗ്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു എവിടെ അങ്ങോട്ട്, കോയമ്പത്തൂരിലോട്ട്. അപ്പൊ അത് പോകുന്ന വഴിക്ക് വരുന്ന പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇപ്പൊ എങ്ങോട്ട് പോയാൽ നേരെ അടുത്ത് അത് റൂം പാക്കറ്റ് ചെയ്യണം, താക്കോൽ കൊടുക്കണം. പിന്നെ ബാഗ് വെച്ചിട്ടാണ് പോകുന്നത്. കാരണം ബാഗ് വെച്ചിട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. പിന്നെ കുറച്ച് കറങ്ങാൻ ബാക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ കറങ്ങിയിട്ട് വന്നിട്ട് ബാഗ് എടുത്തോണ്ട് പോവാം. ഫസ്റ്റ് കാപ്പി കുടിക്കണം. പോവാന്നാ എവിടെ ലൊക്കേഷൻ പോകുമ്പോൾ പറയാം. ഓക്കെ, അപ്പോ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഇപ്പൊ ലൈഫ് ഗൈസ് കാമോൺ ഗൈസ് കട്ടൊക്കെ നിക്കണം. വാ 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 പോ. തളന്ന് അല്ലേ, തളന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. തണുപ്പ് സഹിക്കാൻ പറ്റില്ല, വിറക്കിയാണ് കിടന്ന്. എത്ര നമ്മൾ പുതച്ച് മൂടിയാലും ഇതൊക്കെയാണ് ബെഡ്ഷീറ്റ് ഉണ്ടാകും. ഈ ബെഡ്ഷീറ്റ് എത്ര തന്നെ പുതച്ച് മൂടിയാലും തണുപ്പ് ഇങ്ങനെയൊക്കെ അടിക്കുകയാണ്. ശരി, കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പോ. കമോൺ ഗൈസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ സി യു. റൂമിനോട് പറയാണ്, കാരണം നമ്മൾ 2 ദിവസം തങ്ങിയല്ലേ. ടാറ്റാ എല്ലാവർക്കും, ബൈ സി യു.
ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. എല്ലാം എടുത്തല്ലോ അല്ലേ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോക്കെന്തേ ഉണ്ടാകാൻ? ഓക്കെ, ഒന്നും ഇട്ടില്ല. ഇത് അടച്ചേക്കാം, തുറന്നിട്ടല്ലേ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യുന്നോളാം. തുറത്ത് ഇല്ല, എടുത്തല്ലോ അല്ലേ? നമ്മൾ ആ റൂമിൽ പോയാലും ശരി, ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തേക്കണം ഫുള്ളായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മറന്നു പോകും. ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ഓക്കെ, ഫോൺ ചാർജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സൂപ്പർ. പോന്നാ, അപ്പോൾ എല്ലാം പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അടുത്ത ഒരു ഓക്കെ നോക്കി. ബാഗ് വെച്ചിട്ട് പോകാം. ബാഗ് மட்டும் വച്ചിട്ട് പോരാം. ഇത് ഒരു റൗണ്ട് പോയിട്ട് വരാം. ഒരു 3 മണിക്ക് അല്ലേ? എங்கே വയ്ക്കാം ബാഗ്? അங்கே ഇരിക്കാം. ശരി. ഓക്കെ, ഇവിടെ ബാഗ് വയ്ക്കാം. കുഴപ്പമൊന്നുമില്ല, സേഫാണ്. ശരിയാണല്ലോ, പോകാലോ. വെള്ളം വേണ്ടല്ലേ? വണ്ടിയുടെ ബാറ്ററി പിന്നെയും ഡൗൺ ആയിട്ടാ. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് തള്ളി, അങ്ങനെയൊക്കെ കുഴപ്പമില്ല. സ്റ്റാർട്ടായി ഒന്ന് ഓടിക്കഴിഞ്ഞാൽ ചാർജ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ടാവുമെന്ന് നോക്കാം. ഓക്കെ, സൂപ്പർ സൂപ്പർ, സ്റ്റാർട്ടായി. ഓക്കെ, സൂപ്പർ, സ്റ്റാർട്ടായിട്ടുണ്ട്. രാവിലെ ഒരു 5-6 മണിക്കൊക്കെ നല്ല തണുപ്പല്ലേ? ആ സമയത്തൊക്കെ വണ്ടി തണുത്ത് ഐസായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബാറ്ററിയും ഡൗൺ ആയി. ഇന്നലത്തെ പോലെ ബാറ്ററി ഡൗൺ ആയിരുന്നു. പിന്നെ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിയപ്പോൾ ചാർജ് കയറി. ഇപ്പോൾ കുഴപ്പമില്ല, സെൽഫ് എടുത്ത്. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് പോകുന്ന സ്ഥലം എവിടെ നിന്ന് പറഞ്ഞത് കാപ്പി കുടിക്കാൻ പോവുകയാണ്. നമ്മളെ സെയിം ഹോട്ടൽ തന്നെ, ആഷിഖ് ഹോട്ടൽ. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കം ഓൺ. അതോടെ ഇന്നത്തെ ദിവസം നമ്മൾ ഊട്ടി വിട്ട് പിരിയാൻ പോവുകയാണ്. ചെറിയൊരു വിഷമമുണ്ട്, കാരണം വേറെ ഒന്നുമില്ല. ഇഷ്ടപ്പെട്ട സ്ഥലമല്ലേ ഇത്, ഊട്ടി കൊടൈക്കനാലൊക്കെ. അപ്പോൾ ഇവിടേക്ക് 2 ദിവസം നിന്നിട്ട് പോകുമ്പോൾ എന്തോ പോലെ ഒരു വിഷമം. അതങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല. പൈസ കൊണ്ട് നിൽക്കാറുണ്ട് 10 ദിവസമെങ്കിലും. ഒരു ദിവസം വരാം നല്ല പൈസയോടെ, എന്നിട്ട് അടിച്ച് പൊളിക്കുക. 1 മാസം നിൽക്കാം നമുക്ക് റൂം എടുത്ത്. ഓക്കെ, അങ്ങനെ ആഷിഖ് ഹോട്ടലെത്തി. ഞായറാഴ്ച തിരക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഐറ്റം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച ആയതുകൊണ്ട് തിരക്ക് പറഞ്ഞുകൊണ്ട് ഐറ്റം ഒന്നും ഇല്ല. നമ്പർ ആയാലും ഓക്കെ. അപ്പോൾ 2 പ്ലെയിൻ ദോശ എത്തിയിട്ടുണ്ട്. പ്ലെയിൻ റോസ്റ്റ് അല്ലേ? നമ്പറാ. അപ്പോൾ അങ്ങനെ കാപ്പിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോന്നാ. 2 പ്ലെയിൻ ദോശ, സാമ്പാർ, ചമ്മന്തി എല്ലാം ചേർത്ത് മൊത്തം 120 രൂപ ആയിട്ടുണ്ട്. ഇന്നത്തെ കാപ്പി അത്ര പോരാ, ചമ്മന്തി തണുത്ത് പോയി. പിന്നെ സാമ്പാർ കുഴപ്പമില്ല, ശരി കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വന്നതിന് വലിയ കുഴപ്പമില്ലാതെ ഒരു ഹോട്ടൽ കെട്ടി കാപ്പി പിടിച്ച്. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞത് പയാഗ്ര ഫാൾസ് അല്ലേ? പയാഗ്ര ഫാൾസ്. നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ്, വേറെ വിഷയമൊന്നുമില്ല. മാപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതുവഴി നേരെ പോയാൽ മതി പയാഗ്ര ഫാൾസ്. എത്ര കിലോമീറ്റർ ആണ്? എത്ര കിലോമീറ്റർ? 13 കിലോമീറ്റർ. 13 കിലോമീറ്ററാ? ഓക്കെ, മാപ്പിൽ കാണിക്കുന്നത് 13 കിലോമീറ്റർ ആണ്. പക്ഷേ അവിടെ സൈൻ ബോർഡിൽ കാണിക്കുന്നത് 24 കിലോമീറ്റർ ആണ്. അപ്പോൾ ഏതാണ് സത്യം എന്ന് അറിഞ്ഞൂടാ. എന്തായാലും പോയി നോക്കാം. നേരെ ഊട്ടിയിൽ ഏത് ഭാഗത്ത് പോയാലും നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ. അതുകൊണ്ട് എവിടെ പോയാലും സൂപ്പർ വ്യൂ പോയിന്റുകളാണ്. നല്ല രസമാണ്, കണ്ടു തന്നെ പോവാം. സത്യം പറഞ്ഞാൽ കൊടൈക്കനാലിൽ ഊട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ ഊട്ടിക്ക് ഹൈറ്റ് കൂടുതലാണ്. കൊടൈക്കനാലിൽ ഒരു 7150 അടി ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഊട്ടിയിൽ ഒരു 7350 വരുമായിരിക്കും. അപ്പോൾ എന്തായാലും സീ ലെവലിൽ നിന്ന് ഇത്രയും അടി ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്ക്, 2 കിലോമീറ്റർ മോൾ ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഊട്ടിയാണ് ഹൈറ്റ് കൂടുതൽ കൊടൈക്കനാലിനെക്കാളും അല്ലേ? വേറെ ലെവൽ ഫീൽ ഇട്ടാ. അയ്യോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്ത് രസം കണ്ട അങ്ങോട്ടൊക്കെ ബൈക്കിൽ പോകാം. സത്യം പറയാം, എല്ലാവരും ബൈക്കിൽ വരാൻ നോക്കുക മാക്സിമം. കപ്പിൾസൊക്കെ വന്ന അടിപൊളി ഫീലാണ്, മിസ്സാക്കല്. സത്യം പറഞ്ഞാൽ വയസ്സായി കഴിഞ്ഞാൽ വരാൻ പറ്റില്ല. ഇപ്പോൾ യങ്ങാണ് എല്ലാവരും. ഇപ്പോൾ കുറച്ച് ആരോഗ്യം ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്താൽ പറ്റും. പറ്റാത്ത കാര്യമൊന്നുമില്ല, കുറച്ച് മെനക്കെട്ടണം, അത്ര തന്നെ. പക്ഷേ കിടിലൻ എക്സ്പീരിയൻസ് ആണ് ബൈക്ക് പറഞ്ഞത്. ഒരിക്കലും മിസ്സാക്കില്ല. ബൈക്കിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ ഊട്ടി വരണ്ട, ആദ്യം ചെറിയ ചെറിയ പൊന്മുടിയൊക്കെ പോകുക, അടുത്തുള്ള ചെറിയ 100 കിലോമീറ്റർ ട്രിപ്പൊക്കെ പോകുക. പോയിട്ട് ഒന്ന് സെറ്റ് ആകുമ്പോൾ ഒരു ലോങ് ട്രിപ്പ് എടുക്കും, അത്ര തന്നെ. അടിപൊളിയുണ്ട്, എന്ത് രസം കണ്ട. സൂപ്പർ സൂപ്പർ. ഇതൊക്കെയാണ് സിനിമയിൽ കാണുന്ന ലൊക്കേഷൻ അല്ലേ? എന്ത് രസം. ഇങ്ങോട്ട് ഫുൾ മരങ്ങളല്ലേ? ഇന്നലെ ഇവിടെ വന്നാൽ മതിയായിരുന്നു അല്ലേ? ഇന്നലെ ചുമ്മാ ബോട്ടണിക് ഗാർഡനും അവിടെയൊക്കെ പോയി. കുതിരപ്പുറത്ത് പോകണം. കുതിര പോകുന്ന വഴി കുറേ വില്ലേജ് ഉണ്ട്. ഇതവിടെ ഒരു വില്ലേജ് ഉണ്ട്, കാണിച്ചു തരാം. എന്താ കണ്ടാ? സൂപ്പർ അല്ലേ? എങ്ങനെ പോയാലും 1500 വീട് വരും അല്ലേ? പൊക്കാപുരം, മസനഗുഡി. ലെഫ്റ്റ് പോയി മസനഗുഡി. നമ്മൾ മസനഗുഡി. അപ്പോൾ എല്ലാവരും മസനഗുഡി വഴി ഊട്ടിക്ക് പോകും. നമ്മൾ ഊട്ടിയിൽ നിന്ന് മസനഗുഡി വഴി കേരളം പോകാം. എന്താ പറയുന്നത്? നമ്മൾ തിരിച്ച് പോകുന്ന ഈ വഴിയല്ല പോകുന്നത്. നമ്മൾ തിരിച്ച് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് റൂട്ടാണ്. അപ്പോൾ അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, വാ വേറെ ലെവലല്ല. നോക്ക് ഇങ്ങോട്ടൊക്കെ അടിപൊളിയായിരിക്കണം. സെറ്റപ്പ് എന്നാട്ടാ. വേറെ എന്ത് വേണമല്ലേ? ബൈക്കിൽ വന്നാൽ പെട്രോൾ ചിലവ് കുറവാണല്ലേ? ഇങ്ങനെ പോയി 2500 പെട്രോൾ ആവുള്ളൂ മാക്സിമം, അത്ര തന്നെ. ഇതൊക്കെ ക്യാമറ കാണുന്നേക്കാൾ നേരിട്ട് വന്ന് കാണുന്ന ഫീല് വേറെയാണ് കേട്ടോ. നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കയറിയിട്ട് പോകാനാ. ലേക്ക് ഉണ്ടല്ലേ അവിടെ? 30 രൂപ. നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റ് എത്തി കയറിയിട്ടുണ്ട്. ടിക്കറ്റ് പ്രൈസ് 30 രൂപയാണ് ഒരാൾക്ക്. 2 ടിക്കറ്റ് 60 രൂപ ആയിട്ടുണ്ട്. ഇങ്ങോട്ട് സംഭവം പടി ഇറങ്ങിയാണ് പോകണം കേട്ടോ. പയ്യെ നോക്കി പോകണം, തിരക്കി വീണതിൽ.
സംഭവം പൊളി സ്ഥലമല്ലേ, സൂപ്പറായിട്ട് ഫോട്ടോഷൂട്ട് പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങോട്ട് കാണാൻ. മരങ്ങളല്ലേ ലേക്ക് ഉണ്ടോ അങ്ങോട്ട് ലാസ്റ്റ്. ഫുള്ള് ഇറക്കാം കേട്ടോ അങ്ങോട്ട്. അത് നോക്കി പോകണം അല്ലേ, ഇല്ലേ പണിയായിപ്പോ ചറക്കി പിണത്തിന്ന്. ലേക്ക് അവിടെയാണല്ലേ. ലേക്ക് എത്തിയാ സൂപ്പർ. പിന്നെ ഇറങ്ങാൻ എളുപ്പമാണ്, കയറാൻ പാട്. ഫുൾ കയറ്റമല്ലേ, ഉപ്പാട് പോകും. കഴിച്ച ദോശയും സാമ്പാറൊക്കെ എല്ലാം ദഹിച്ചു പോകും. പിന്നെ പൊളി സ്ഥലം അല്ലേ, സൂപ്പറായി. 3-4 എക്കോ പോയിന്റ് പോലെ ഇവിടെ ഒരു പോയിന്റ്. ഇവിടെ എക്കോ അടിക്കോ, അടിപൊളി. ഇന്ന് തിരക്കുറവാണ്, തിങ്കളാഴ്ച അല്ലേ, എല്ലാം പോയി കാണും. നമുക്ക് പിന്നെ വിഷയമല്ലോ ഇതിലെ ജോലി. ഇവിടുത്തെ വിസിറ്റ് കഴിഞ്ഞു. കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു, അത്ര തന്നെ. വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ അല്ലേ. പൈൻ ഫോറസ്റ്റ് ലേക്ക്. പോട്ടെ നിൽക്കണ്ട, പോയിക്കൊണ്ടേ. കയറ്റം കയറാൻ പാടല്ലേ. അയ്യോ, അങ്ങനെ പൈൻ ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞ് നമ്മളിപ്പോൾ അടുത്ത നേരം അങ്ങോട്ട് പോകുന്നു പയാഗര അല്ലേ. നമ്മൾ അടുത്ത നേരെ പോകുന്നത് പയാഗര ഫാൾസിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 14 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ മണി ഇപ്പോൾ എത്ര കറക്റ്റ് 11 മണിയായിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. കട്ടാക്കി മുന്നോട്ട് പോകാം. വാ കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. വാ സമയമില്ല. മെമ്മറി കാർഡിൽ സ്പേസ് ഇല്ല. അപ്പോൾ ഉള്ളതുപോലെ കുറച്ചെടുത്താൽ മാത്രം മതി അല്ലേ. ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്, കമോൺ. സംഭവം നമ്മൾ പോകുന്ന റൂട്ടേ നേരെ പോയ മൈസൂർ ബാംഗ്ലൂർ എത്തും കേട്ടോ. പോയല്ലോ മൈസൂർ ബാംഗ്ലൂരൊക്കെ. വീട്ടിൽ മോളിരിക്കുന്നു ചോദിച്ചോണ്ടിരിക്കുകയാണ് എപ്പോൾ വരും. നമ്മൾ ഉടനെ വരും പറഞ്ഞിട്ടുണ്ട്. 4 ദിവസമായി അല്ലേ, കുഴപ്പമില്ല, പെട്ടെന്ന് പോകാം എന്തായാലും. അടിപൊളി സ്ഥലം സൂപ്പർ കേട്ടാ. അപ്പോൾ ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട്, അതായത് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ. ഇവിടെ കണ്ടു പോകാന്നാ അല്ലേ, കണ്ടിട്ട് പോവാം, വേറെ എന്തോ ജോലിയല്ലേ. ഇവിടെ ടിക്കറ്റ് ഉണ്ടാ. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെൻലോക്ക് ഡൗൺസ് നാച്ചുറൽ ട്രയൽ. ഇപ്പോൾ ഇവിടെ കുറേ സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. പോയി നോക്കാം വാ. ഇവിടെ കയറ്റം വരുമ്പോൾ ഇറക്കാം, പോകാൻ പാടായിരിക്കും, വരുമ്പോൾ എളുപ്പമായിരിക്കും. പൈൻ ഫോറസ്റ്റിൽ ഇറങ്ങാൻ എളുപ്പമുണ്ടായിരുന്നു, തിരിച്ച് കയറാൻ പാടായിരുന്നു. ഡ്രൈ ആയിപ്പോയില്ലേ ഇവിടെ കംപ്ലീറ്റ് അല്ലേ. ആ പച്ചപ്പ് കുറഞ്ഞു പോയി, വെയിൽ സമയം ഉണ്ടാക്കും അല്ലേ. അവിടെ അവിടെയും പൊളിയല്ലേ, സൂപ്പറായി അങ്ങോട്ടൊക്കെ. ഇവിടെയൊക്കെ എത്ര സിനിമ ഷൂട്ട് ചെയ്തോണല്ലേ, എത്ര പാട്ടുകളായിരിക്കും. ആ പാട്ട് എവിടെ ആയിരിക്കും. കണ്ണை കൊഞ്ചം തീരന്തേ. ഓ പഴയ പാട്ട്, സൂപ്പർ സ്റ്റാർ യാരെന്ന് പാട്ടാ അല്ലേ, ആ പാട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ യാരെന്ന് കേട്ടാ ചിന്ന കുഴന്തയും ചൊല്ലും. സൂപ്പർ സ്റ്റാർ യാരെന്ന് കേട്ടാ ചിന്ന കുഴന്തയും ചൊല്ലും. പഴയ രജനീകാന്ത് കമലഹാസൻ പാട്ടൊക്കെ എവിടെ എടുക്കുന്നത് കൂടുതലും. ഇപ്പൊ എടുക്കണല്ലേ ഒന്നും, ഇപ്പൊ നിർത്തി. സിനിമയിൽ പാട്ടില്ലല്ലോ, ശരിയാണ്. ഇപ്പൊ പാട്ടൊന്നുമില്ലല്ലോ, ഫുള്ളും വെടിവെപ്പും കത്തിക്കുത്ത് കൊള്ളയുള്ളൂ. പണ്ടൊക്കെ ഒരു 4 പാട്ട് കാണും അല്ലേ, 4 പാട്ട് 2 പാട്ട് ഇതുപോലെ സീനറി ആയിരിക്കും, സൂപ്പറായിരിക്കും. കയറി തളന്നു എൻ്റെ അമ്മോ. ഇതിപ്പോ പടികേറി ശബരിമല എത്തുമല്ലോ, അതുപോലെ ആയിപ്പോയി. ഇതിപ്പോ പടികേറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല ഈ മഹേന്ദ്ര ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ, ഇതാണ് എനിക്ക് പിടിക്കാത്ത. അടിപൊളി സൂപ്പർ. അപ്പോ അടിപൊളി ലൊക്കേഷൻ അല്ലേ. ഇരുന്നാ സംഭവം തളർന്നു കേട്ടാ. അപ്പോൾ നല്ലൊരു കയറ്റമാണ്, കയറി തളർന്നു പോകും. പക്ഷെ ഇവിടെ കയറി നിന്ന് നോക്കിയാണ് സൂപ്പറായി. അവിടെയുണ്ട് വ്യൂ പോയിൻ്റൊക്കെ, അവിടെ ഒന്നും പോകണ്ട മതി. ലൈഫ് അടിച്ചു പൊളിക്കണം. എന്തായാലും കുറെ ക്ഷീണിച്ചു പോയല്ലേ. ഇപ്പോൾ ചായ കുടിച്ചേക്കാം. 2 ചായ ഓർഡർ ചെയ്ത് കുടിച്ചോണ്ടിരിക്കുകയാണ്. ഇട്ടെന്നോ
സ്ലൈസും ഉണ്ട്, പിന്നെ ഒരു ലൈം സെവനപ്പ് ലൈം. ചായ കുടിച്ചിട്ട് പോകുന്ന വഴിക്ക് കുടിക്കാം, ദാഹം ഉണ്ടാക്കി. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പൈകാറ ഫാൾസ് വന്നിട്ട് 11 കിലോമീറ്ററാണ്. പൈകാറ അണയാണ്ട് പടകില്ല. ഡാമും ബോട്ട് ഹൗസാണ്. പിന്നെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട് പോകണ വഴിക്കില്ല. പൈകാറ കഴിഞ്ഞിട്ട് ഫ്രോഗ് ഹിൽ വ്യൂ പോയിന്റ്, തെപ്പക്കാട്, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പൈകാറ പോകാം. അത്ര തന്നെ പൈകാറ ഫാൾസിൽ പോകണ വഴിക്ക് ഇത്ര സ്ഥലങ്ങളല്ലേ. ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു, പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ അമ്മോ, എല്ലാം കൂടെ കയറി ഇറങ്ങുമ്പോൾ പൈസ വളരെ പോകൂല്ലേ. വിചാരിക്കും പോലെയല്ല, കുറേ പൈസ കയ്യിൽ വേണം ഊട്ടി ഇറങ്ങണമെങ്കിൽ. അപ്പോൾ കമോൺ. പിന്നെ ബൈക്ക് എടുത്താൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി കുറേ സ്ഥലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. ടിക്കറ്റ് പ്രൈസാണ് അല്ലേ, കുഴപ്പമില്ല. 30 രൂപ ഉള്ളൂ. എന്നാലും 10 പ്രാവശ്യം 300 രൂപയാണ് ഒരാൾക്ക് തന്നെ. 2 പേർക്കാകുമ്പോൾ 600 രൂപയാവും. സത്യം പറഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റിലെ ടിക്കറ്റ് പ്രൈസ് കൂട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ കുറച്ച് ബഡ്ജറ്റ് മാറുകയാണ്. ശരി, കുഴപ്പമില്ല. എന്നാലും കൊണ്ടുവന്ന പൈസയ്ക്ക് ചിലവ് കറക്റ്റായിരിക്കും തോന്നുന്നു, കുഴപ്പമില്ല. തിരിച്ച് പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ വേണം, അതാണ് ഏറ്റവും വലിയ വിഷയം. ഓക്കെ, കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ സ്ഥലം കണ്ടാ സൂപ്പറാക്കിയല്ലേ. അങ്ങനെ പയാഗര എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 300 മീറ്റർ കഴിഞ്ഞാൽ വാട്ടർഫോൾസ് എത്തും. കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ഭയങ്കര ശല്യമല്ല. അവർ കിടന്ന് വിശപ്പിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ പണി കിട്ടും, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഒളിച്ച് വയ്ക്കുക. എത്തിയ ലൊക്കേഷൻ എത്തിയ ആരും ഇതാർദിന ബോട്ട് ഹൗസ് പൈഗരയാണല്ലേ, പൈഗരയാണ്. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പുറത്താണ് പോകേണ്ടത്. ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ, വണ്ടി പോകില്ലല്ലേ, നടന്നേ പോകണം. വാ. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ ഡ്രോപ്പിംഗ് പോയിന്റ് ആണ്. ഇവിടെ വണ്ടി ആളെ ഇറക്കിയിട്ട് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം, അങ്ങോട്ട് കൊണ്ട് അല്ലേ. ബൈക്ക് പോകുമായിരുന്നു, പക്ഷേ ചോദിച്ചാലും ബൈക്ക് മുമ്പോട്ടാണ്. ഓക്കെ താങ്ക്സ്. ഏകദേശം 1/2 കിലോമീറ്റർ നടന്ന് നമ്മൾ എത്താറ്. ഏകദേശം പൈകാറ വാട്ടർഫാൾസ്. ഇങ്ങോട്ട് വണ്ടി സർവീസ് ഉണ്ട്, അതിന് പൈസ കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നടന്നു വരാം, കുഴപ്പമില്ല. തിരക്കില്ലല്ലേ, അതാണ് ലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അകത്ത് പോകേണ്ടത്. ടിക്കറ്റ് ചാർജ് ഉണ്ട് അവിടെ. എൻ്റെ അമ്മോ, ബഡ്ജറ്റിൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മളതിനകത്ത് എൻട്രി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗോപ്രോ ക്യാമറ വാങ്ങിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, ഗോപ്രോ ക്യാമറയ്ക്ക് എക്സ്ട്രാ 100 അടയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഫീസ് 30 രൂപ ഒരാൾക്ക്. ഇപ്പോൾ 2 ടിക്കറ്റ് 60 ആയിട്ടുണ്ട്. ഗോപ്രോ ക്യാമറ കണ്ടിട്ട് അവർ പറഞ്ഞ് ഗോപ്രോ കൊണ്ടുപോകാൻ പാടില്ല, അതിന് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു 100 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, വേണ്ട വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കൊടുത്തിട്ടുണ്ട് ഗോപ്രോ ക്യാമറ. പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകണം. ₹1,00,000 ഐഫോൺ ക്യാമറ യൂസ് ചെയ്യാം, അതിന് പൈസ അടയ്ക്കണ്ട. 37 ഗോപ്രോ ക്യാമറ യൂസ് ചെയ്ത് പൈസ അടയ്ക്കണം, മനസ്സിലായല്ലോ. ഇതാണ് റൂൾസ് ഇവിടുത്തെ. ഗോപ്രോ ക്യാമറകൾ ഹൈ ക്വാളിറ്റിയാണ് ഐഫോൺ ക്യാമറ, അതവർക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ റൂൾസുകൾ കാര്യങ്ങൾ. ഇതും കൊള്ളാം ക്യാമറ, സൂപ്പറായി. അവിടെ നിന്ന് ഇങ്ങനെ നദി ഒഴുകി ഇങ്ങനെ വന്ന് അങ്ങനെ പോകണം. സംഭവം വെയിൽ സമയമായതുകൊണ്ട് വെള്ളം കുറവാണ് കേട്ടോ, ഫുൾ ഡ്രൈ ആയിക്കണം. അപ്പോൾ ഇതാണ് മെയിൻ സ്പോട്ട്. ഇവിടെ ഒരു ചെറിയ അരുവി ഒഴുകി വരികയാണ്, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. ഇതോ കണ്ടാ, കൊള്ളാമല്ലേ, കുളിക്കാൻ പറ്റില്ലല്ലേ. നമ്മൾ കൊള്ളാട്ടെ, പൊളിയാക്കണം. ഇവിടെ നിന്ന് ചുമ്മാ കണ്ടോണ്ടിരിക്കല്ലേ കുറച്ച് നേരത്തേക്ക്. മനസ്സിലൊന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് ആ അരുവി കണ്ടോണ്ടിരിക്കുക കുറച്ച് നേരത്തേക്ക് അല്ലേ. പ്രകൃതി രമണീയമായ കാഴ്ച. ദേശം അതിൽ എൻ്റെ ക്യാമറ പിടിച്ചു തന്നുള്ളത് കുഴപ്പമില്ല, വേറൊന്നുമില്ല. ഐഫോൺ ക്യാമറ ഇതിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമുണ്ട്. ഐഫോൺ ആകുമ്പോൾ അതൊരു ഫോണിൻ്റെ ഷേപ്പിലിരിക്കണല്ലേ, അത് കുഴപ്പമില്ല. ഗോപ്രോ ആകുമ്പോൾ അങ്ങനെയല്ലല്ലോ, കറക്റ്റായിട്ട് ഒരു ക്യാമറ ഷേപ്പിലിരിക്കുന്നുണ്ട്. അവർക്ക് ക്യാമറ കാണുമ്പോൾ അതൊരു വീഡിയോ ക്യാമറയാണെന്ന് പറഞ്ഞാൽ 100 രൂപ വാങ്ങിയാണ്. 100 രൂപ, ഒരു 10-30 കൊടുക്കായിരുന്നു. 100 രൂപ കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ പയാഗര ഫാൾസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോകണോ അതാ മതിയായില്ലേ? 4 ദിവസമായില്ലേ ഇറങ്ങിയിട്ട്. അത് തന്നെ പൈസ കണ്ട് 4 ദിവസമായി. ഒന്നാമത് ഇട്ട ബഡ്ജറ്റിൻ്റെ മുകളിലായി പൈസ ചിലവായി. അപ്പോൾ എന്തായാലും ഇനിയുള്ള പൈസ കറക്റ്റ് പെട്രോൾ അടിക്കാൻ ഫുഡിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ഉള്ള പൈസ എല്ലാം ചിലവാകും. ഓരോ ടിക്കറ്റ് 30 രൂപ വാങ്ങിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 60 രൂപ ചിലവായാണ്. 10 പ്രാവശ്യം കയറി ഇറങ്ങുമ്പോൾ 600 രൂപയായി. ബഡ്ജറ്റിൽ ഇടിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രശ്നമായി പോകും. ഇനിയുണ്ട് സ്ഥലങ്ങൾ കാണാനുണ്ട് നമ്മുടെ ലിസ്റ്റിൽ, പക്ഷേ പൈസയുടെ പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, വിടാം. വീട്ടിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണിച്ചില്ല, സൂപ്പറായിട്ടല്ലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ അതിൽ അതൊക്കെ മതിയില്ലേ വ്യൂ പോയിന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെ തന്നെ എല്ലായിടത്തും ഇതൊക്കെ തന്നെ, ലേക്കും പൈൻ ഫോറസ്റ്റ് പിന്നെ മലയും കുന്നൊക്കെ തന്നെ എല്ലാം റിപ്പീറ്റ് ആയി കാണിച്ചു. നിങ്ങൾക്ക് പോരടിച്ചോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോണ വഴിക്ക് വില്ലേജ് ഉണ്ട് കാണിക്കാം. വില്ലേജ് വേറെ എവിടെ പോകണോ? പോകുന്ന വഴിക്ക് നോക്കാം. ശരിയാണ്, സിനിമയിൽ വന്ന് കുറേ പാലസ് ഉണ്ട്, ഷൂട്ടിംഗ് പാലസ് ഒക്കെ. അപ്പോൾ അതൊക്കെ പോകുന്ന വഴിക്ക് പറ്റുന്നുണ്ട് കാണിക്കാം. ഓക്കെ, സമയം നമുക്ക് ഏകദേശം ഊട്ടി വിടാൻ സമയമായിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കറങ്ങിയിട്ട് കാര്യമില്ല, വേസ്റ്റാണ്. കാരണം പൈസകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, എല്ലായിടത്തും 30 വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഊട്ടിക്ക് വരുമ്പോൾ ഒരു എക്സ്ട്രാ ഒരു 10,000 വെച്ചേക്കണം. കാരണം അത്രയ്ക്ക് ചിലവുണ്ട് ഇവിടെ. ഫാമിലി ആയിട്ട് വരണമെങ്കിൽ, സിംഗിളായിട്ട് വരണമെങ്കിൽ ഒരു 3000 വെച്ചിരുന്നാൽ മതി. കാരണം അത്രയും സ്പോട്ടുണ്ട്, എല്ലായിടത്തും പൈസയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് ഇട്ടത്
പെട്രോളിനും ഫുഡിനും പിന്നെ താമസിക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഇതിനെ വിട്ടുപോയി ഈ ഗ്യാസ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇത്രയും പൈസ ചിലവാകുന്നുള്ള കാര്യം. സത്യം പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ പൈസ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും നിൽക്കില്ല ബഡ്ജറ്റിൽ. കാരണം അത്രയും ചിലവുണ്ട് ഇവിടെ. ഡ്രിങ്ക്സ് 10 രൂപ ഡ്രിങ്ക്സ് ഇവിടെ 15 രൂപ വാങ്ങിയാണ്. ചില കടയിൽ 10 രൂപ, ചില കടയിൽ 15 രൂപ വാങ്ങിയിട്ട് എന്തൊരു കണക്കാവുന്നത് മനസ്സിലാവുള്ള. ഭയങ്കര അറുപ്പാണ്. പൈസകളൊക്കെ കൊണ്ടുവന്നാൽ കൊള്ളാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ വന്നിട്ട് പോകേണ്ട തന്നെ. സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കറങ്ങി എടുത്ത് വലിയ കുഴപ്പമില്ല അല്ലേ, ഇനി മതി. അതുമല്ലാതെ നമുക്കൊരു കണക്ക് കഴിയുമ്പോൾ അടുത്ത് പോയി പോകും. എല്ലായിടത്തും ഒരേ ലൊക്കേഷനല്ലോ, വലിയ സംഭവമൊന്നുമില്ല. എല്ലായിടത്തും കുന്നും മലകളും തന്നെ. ആദ്യമൊക്കെ നല്ല രസമായിരിക്കും, പിന്നെ പിന്നെ കണ്ടുവരുമ്പോൾ ഒരു മതിയായിപ്പോവും. ഇത്രയും പെട്ടെന്ന് വീട്ടിൽ പോയാൽ മതിയായിപ്പോവും. നമുക്ക് ആ ഒരു മനസ്സ് വന്നു തുടങ്ങി വീട്ടിൽ പോകണം എന്നുള്ളത്. മെയിൻ വിഷമം എന്ന് പറയുമ്പോൾ ഞങ്ങൾ മോൾ അവിടെ ഇരിക്കുകയാണ്, വൈശൂട്ടി. അപ്പോൾ അവളെ കാണാതിരിക്കാൻ ചെറിയ വിഷമമുണ്ട്. ഇപ്പോൾ ഞാൻ വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വന്നെങ്കിൽ രസമായിരുന്നേ. അപ്പോൾ ഇനി വീട്ടിൽ പോയാൽ മതി എന്നുള്ള മനസ്സ് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് ഇനി പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലൊക്കേഷൻ്റെ പേര് തലൈക്കുന്തയാണ്, തലൈക്കുന്ത ഗ്രാമം. ഇതിനകത്ത് കയറാൻ പറ്റുമോ എല്ലാം പറയോ? പോലീസൊക്കെ ഉണ്ട്. പുക്കപുരം പോകുമ്പോൾ മൗടിയാ ഒന്നുമില്ല, മൗടിയല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഇങ്ങ എൻട്രി ആയിരുന്നേ. ശരി ശരി, ഓക്കെ ഓക്കെ. എത്ര കാര്യമെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. പൊക്കാപ്പുറം. അപ്പം അങ്ങോട്ട് എൻട്രി ഇല്ലെന്ന് പറയാണ്. എത്ര പേരിയാണെന്ന് തോന്നട്ടെ. അപ്പോൾ അങ്ങോട്ട് വില്ലേജ് ആയതുകൊണ്ട് വണ്ടികൾ കയറി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അവിടെ ആൾക്കാർക്ക്. അതുകൊണ്ട് അവർക്കൊരു പ്രൈവസിയും അവർക്കൊരു സേഫ്റ്റിയാണ്. ഇപ്പോൾ നമ്മൾ അത് കയറാൻ പാടില്ലെന്നാണ് റൂൾസ്. ഓക്കെ ശരി, കുഴപ്പമില്ല. കയറാൻ ട്രൈ ചെയ്ത് നോക്കി, കയറാൻ പറ്റിയില്ല. നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന സ്ഥലം എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിലിക്ക സിനിമയിലെ ബംഗ്ലാവ് ഉണ്ടല്ലോ, കിലിക്കം ഇൻ ഹരിഹർ നഗർ പടത്തിലൊക്കെ. അപ്പോൾ ഈ പടങ്ങളൊക്കെ എടുത്ത ബംഗ്ലാവ് ഉണ്ടല്ലോ, ആ ബംഗ്ലാവൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഷൂട്ടിംഗ് ബംഗ്ലാവ് അല്ലേ. മാപ്പ് ലൊക്കേഷൻ ഇട്ടപ്പോൾ ഇങ്ങോട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാപ്പ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്, വേറെ കുഴപ്പമില്ലാതെ. ഇവിടെ 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. പോയി പറ്റുമെങ്കിൽ കാണാം, ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, ഒരു ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും. ഇൻ ഗോസ്റ്റ് ഹൗസ് അല്ലേ, ഇതാണോ? ഓ, ചർച്ചാണല്ലേ ഇത്. ഓക്കെ, ഇതിനെ റൂട്ട് കറക്റ്റ് തന്നെ. ഓക്കെ ഓക്കെ, ഇവിടുന്ന് 2.9 കിലോമീറ്റർ ദൂരമുണ്ട് ബംഗ്ലാവ് എത്താനായിട്ട്. തോമസ് കുട്ടി വിട്ടോടാ. നോക്കാം, പോയി നോക്കാം, കാണാൻ പറ്റി പറഞ്ഞോടാ. തോമസ് കുട്ടിയെ പതറാതെ വിട്ടോടാ ടോയിങ് അല്ലേ. ഫുൾ കാടായിരിക്കണം അങ്ങോട്ടൊക്കെ. 2 കിലോമീറ്ററാണ് പോണത് അല്ലേ. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. ഏകദേശം എത്താറായി. 900 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടേക്ക് ഒരു ആളനക്കം പോലും കേട്ടോ. അങ്ങോട്ടൊന്നും ആളില്ല, ഇങ്ങോട്ടൊന്നും. റൂട്ട് ഇത് തന്നെ കറക്റ്റ് ആണല്ലോ. അയ്യോ, അങ്ങോട്ട് വഴിയില്ല, ആരും പോകുന്നില്ല. അപ്പം അങ്ങോട്ട് ബോർഡ് വെച്ചിരിക്കുകയാണ്, നോട്ട് ട്രീ പാസ് എന്ന്. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞാൽ പ്രശ്നമായി മാറും. എവിടെ വെച്ചിങ്ങനെ ബോർഡ് കയറി കഴിഞ്ഞാൽ പണിയായിപ്പോ ലാസ്റ്റ്. ഓക്കെ ഓക്കെ, ഇത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നോട്ട് ട്രീ പാസിങ്, തനിയാറിടം. അപ്പോൾ അങ്ങോട്ട് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ശരി, കുഴപ്പമില്ല, വാ തിരിച്ച് പോവാം. അങ്ങ് പോകാൻ മുടിയുമാ? എന്താ ബംഗ്ലാവ് ഇട്ടാങ്ങനെ? അയ്യോ അപ്പടിയാ, എന്താ ഷൂട്ടിംഗ് ബംഗ്ലാവ് പടത്തിലെ பார்த்தோம்ல அது ഇവിടെ അല്ലേ? വേറെ ബംഗ്ലാവ് இருக்கா அந்த ஷூட்டிங் ബംഗ്ലാവ് மாதிரி? ഇല്ലല്ല. ഓക്കെ, താങ്ക്സ്, നന്ദി. ഓക്കെ, പോന്നാ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, വർക്കൗട്ട് ആയില്ല, കുഴപ്പമില്ല. ഇതിലെത്തിയല്ലോ, സൂപ്പർ സ്ഥലമല്ലേ, ഇങ്ങോട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻ ഗോസ്റ്റ് ഹൗസിൽ പോയി നോക്കി, കയറാൻ പറ്റിയില്ല. ഇപ്പോൾ കുറേ മലയാള സിനിമ ഷൂട്ടിംഗ് എടുത്ത ബംഗ്ലാവാണ്, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അങ്ങോട്ട് നോട്ട് അലൗഡ് ആണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു കാര്യം ചെയ്യാം, വേറെ ബംഗ്ലാവ് ഉണ്ടല്ലോ. എന്ത് ബംഗ്ലാവ്? ഫാൻ ഹിൽ പാലസ്. അതായത് സമ്മരൻ ബദലേം സിനിമ എടുത്തില്ലേ, അതല്ലേ? അതാ കിലിക്കം. കിലിക്ക സിനിമയിൽ ബംഗ്ലാവ് ഉണ്ട്. ശരി, അപ്പം അങ്ങോട്ട് പോന്നാ. കമോൺ ഗൈസ്, ஷூட்டிங் நடந்ததில்ல, ஷூட்டிங் நடக்கும்ல அந்த பில்டிங், அப்படி போகணுமா? ஓகே, மேப் போட்டு இப்படியே வந்துட்டு അതാ. ഓക്കെ, സംഭവം അകത്ത് എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതുവഴി പോകാൻ പറ്റും, പക്ഷെ ബൈക്ക് പോകില്ല. അങ്ങോട്ട് നടന്ന് പോവാം, വന്ന വഴി തിരിച്ച് പോവാം. ഇതുവഴി വഴിയില്ല, ഇത് സ്കൂളാണ് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് നേരെ മെയിൻ റോഡ് കേട്ട് അവിടെ നിന്ന് പോവാം. ഫാൻ ഹിൽ പാലസ് അത് ഉള്ള പോകാൻ മുടിയുമാ? ഓക്കെ ഓക്കെ, അതാണാ. മാപ്പ് ഇങ്ങോട്ട് കാണിച്ചു, പിന്നെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഒന്നും മനസ്സിലാവണില്ലല്ലോ അല്ലേ. സെക്യൂരിറ്റി ഇത് തന്നെ, അത് உள்ள போக முடியுமா? ஓகே, இந்த பட ஷூட்டிங்ல எங்க எடுத்தாங்கண்ணா? எடுத்தா அப்படியா? ஓ, அந்த புக் பண்ண மட்டும் தான் உள்ள போக முடியும், என்ட்ரி முடியும். ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ ഹോട്ടലാണത്. ഓൺലൈൻ ബുക്ക് ചെയ്താൽ അത് പോകാൻ എൻട്രി ഉണ്ട്. ഒരു ദിവസം വരാം, നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത എൻട്രി അല്ലേ. നീ പറഞ്ഞാൽ എത്ര ദൂരം വരണം? ശരി, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി. ഇതാണ് ഫാൻ ഹിൽസ് റോയൽ പാലസ്. ഇങ്ങോട്ട് ഓൺലൈൻ ബുക്ക് ചെയ്താൽ അകത്ത് എൻട്രി ഉണ്ട്, ഇല്ലെങ്കിൽ എൻട്രി ഇല്ല. ഹൊറർ ലുക്ക് ഉണ്ടല്ലേ ആവശ്യം അല്ലേ? അടിപൊളിയാണ്ട. അമ്മ ഭയങ്കരമായിക്കണ്. തോമസ് കുട്ടിയെ പതറാതെ വിട്ടോ ഡാട്ടാങ്ങി. അപ്പോൾ എന്തായാലും പോകാന്നാ. ബാ, എന്തായാലും ഇങ്ങോട്ട് എൻട്രി ഇല്ലല്ലോ, പോ. സൂപ്പറേ, സംഭവം ഭയങ്കര ലുക്കായി കേട്ടോ. അമ്മ അടിപൊളിയാക്കണം. ഗാറ്റിൻ്റെ വലിപ്പം കണ്ട വേറെ ലെവലല്ലേ. പൈസ ഉണ്ടെങ്കിൽ പറയില്ല, എൻജോയ് ചെയ്യാം, അടിച്ച് പൊളിക്കാം അവിടെ വന്ന്. ശരി, കുഴപ്പമില്ല, വിട്. നമ്മൾ ആദ്യം പോയ നവനഗർ പാലസിൽ എൻട്രി ഇല്ല.
അല്ലേ, അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഫാൻ ഹിൽ പാലസിൽ ഇവിടെ അകത്ത് കയറാൻ എൻട്രി ഉണ്ട്, പക്ഷേ ഓൺലൈൻ ബുക്ക് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ, അകത്ത് പോയി നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ചുമ്മാ കയറി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ബ്ലാക്ക് ബൈസൺ വീട്ടിൽ പോകുന്ന അത്ര തന്നെ. ഊട്ടി ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. അപ്പോൾ എന്തായാലും നമ്മൾ നല്ലപോലെ സേഫായിട്ട് ഊട്ടി കറങ്ങി കാണിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പോന്നാ ബാ, കമോൺ. നല്ല വിശപ്പ് തുടങ്ങി, കഴിക്കാന്നാ. ഹോട്ടൽ ബ്ലൂ ഹിൽസ്, വെജ് ആൻഡ് നോൺ വെജ്. വലിയ ഹോട്ടലാണ്, പൈസ കൂടുതലാവോ ഇല്ലല്ലോ. അങ്ങനെ മീൽസ് വന്നിട്ടുണ്ട്, എല്ലായിടത്തും വിളി പോയി. കൂട്ടുകറി 1 2 3 4 5 6 7. ചോറുണ്ട്, പപ്പടമുണ്ട്, കൂട്ടുകറി, മോര്, രസം, സാമ്പാർ, പിന്നെ പായസം, പിന്നെ ഇതൊരു തോരൻ. ഇങ്ങനെ ചാപ്പാടൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ചാപ്പാടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 120 രൂപയാണ്. 120 വെച്ച് 2 ചാപ്പാടാകുമ്പോൾ 240 രൂപ പ്ലസ് ടാക്സ് ഉണ്ട്. എല്ലാം ചേർത്ത് 246 സംതിങ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഊണാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഉണ്ട്. അപ്പം മറ്റേ നമ്മൾ ഇതിനുമ്പ് കഴിച്ച ഹോട്ടലിനേക്കാളും ഇത് വലിയ കുഴപ്പമില്ല, കൊള്ളാം. നേരത്തെ അറിഞ്ഞ് ഇവിടെ വരായിരുന്നു, ശരി പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്നേരം പോകാനാ. പിന്നെ ഒരു കാര്യം, കുറച്ചൊക്കെ വോയിസ് ഓവർ ആക്കി, വേറെ കൊണ്ടല്ല, നമ്മളെ മൈക്ക് കംപ്ലൈൻ്റ് ആയി. അത് പിന്നെയാണ് അറിഞ്ഞത്. വീട്ടിൽ വന്ന് ഊട്ടിക്ക് പോയിട്ട് വന്ന് എല്ലാം ട്രിപ്പെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ശേഷം എഡിറ്റിംഗ് സമയത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സൗണ്ട് ഇല്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും പോലെ. ഓക്കെ, വിശാല ഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിച്ചിരിക്കുന്നു പറയാൻ നീ ആരാടാ പന്നി? എന്ത് ചെയ്യാൻ പറ്റും, വിധി. അപ്പോൾ ഇനി ഊട്ടി വ്ളോഗിൽ ലാസ്റ്റ് 2 പാർട്ടും കൂടി വരാനുണ്ട്. അടുത്ത പാർട്ട് കുറച്ച് വോയിസ് ഓവർ മ്യൂസിക് കാണും. അതിന് അടുത്ത പാർട്ടിലാണ് ലൈവ് വോയിസ് ഉള്ളത്. കാരണം മൈക്കിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. എല്ലാം ടെക്നോളജി. പക്ഷെ ഇത്രയും ക്ലിപ്പിംഗിൽ സൗണ്ട് കാണില്ലെന്ന് വിചാരിച്ചില്ല, സത്യം പറയാലോ. നീ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ലൈഫ് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്. കമോൺ ഗൈസ്, കട്ടാക്കി നിൽക്കണം. വാ വാ വാ.